ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗൗതമിന്റെ മനസ്സിൽ എന്തോ ഒരു ദേഷ്യമുണ്ട് നന്ദയോട്. അങ്ങനെ നന്ദയോട് ഇപ്പൊ അത്ര സ്വരച്ചേർച്ചയിലല്ല ഗൗതമും നന്ദയും ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു ആ ചെറിയൊരു പ്രശ്നം വലുതാക്കിക്കൊണ്ട് നന്ദയും ഗൗതമിനെയും തമ്മിൽ അടുപ്പിച്ച് പിരിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജുനും പിങ്കിയും തമ്മിൽ ഇപ്പോൾ വലിയൊരു റിസപ്ഷൻ നടത്താൻ വേണ്ടി പോവാണ്. അതിന്റെ ഇടയിൽ നന്ദയെ അപമാനിക്കാൻ വേണ്ടിയിട്ടും പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നന്ദയെ ക്ഷണിച്ചതിന് ശേഷം പിങ്കി വന്നു. അർജുനോട് കാര്യങ്ങൾ പറയുമ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നന്ദയും ഗൗതമിനെയും ക്ഷണിച്ചോ എന്ന്. അപ്പോൾ അതെ, ഗൗതം വരാമെന്ന് പറഞ്ഞു. പക്ഷേ നന്ദ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടില്ല. നന്ദയ്ക്ക് വരാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗൗതം പറയുമോ, അത് അവിടെ അർജുൻ പറയുവാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്നാലും നന്ദ വരും. പക്ഷേ ഇതിന്റെ ഇടയിൽ പിങ്കി പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ നന്ദയോട് നന്ദ വരാൻ പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ കോളേജിലെ അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നന്ദയോട് ഓർഡർ ഇട്ടിട്ടുണ്ട്. നന്ദ ഇവിടെ പങ്കെടുത്തേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ നന്ദയോട് ആജ്ഞാപിച്ചിട്ടുണ്ട് എന്ന് അവിടെ അർജുനോട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാക്ക് അർജുൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഇപ്പോൾ നന്ദയ്ക്ക് കോളേജിൽ അത്യാവശ്യമാണ്, നമ്മൾ പെട്ടെന്നല്ലേ റിസപ്ഷൻ നടത്താമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അതിന് മുന്നേ ആയിരിക്കും നന്ദയ്ക്ക് കോളേജിൽ പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളല്ലേ തെറ്റ് കാണിച്ചത്. അതിന് നന്ദ ഇങ്ങനെ നന്ദയോട് പറയേണ്ട ആവശ്യമുണ്ടോ? നീ അവിടെ ആജ്ഞാപിക്കാൻ നീ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുൻ പിങ്കിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ആജ്ഞാപിച്ചോളൂ എന്ന് അർജുൻ പിങ്കിയോട് പറയുമ്പോൾ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, അവിടെ അർജുൻ എന്റെ കൂടെ വരണം. കൂടെ വന്നതിന് ശേഷം എന്റെ മേക്കപ്പ് എല്ലാം കഴിയുന്നത് വരെ അർജുൻ അവിടെ ഉണ്ടാകണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം അർജുൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വന്നാൽ മതി എന്ന് അവിടെ അർജുനോട് പറഞ്ഞു. അപ്പോൾ അർജുൻ ദേഷ്യം വന്നു. അത് പറ്റത്തില്ല, ഞാൻ നിന്നെ കൊണ്ടാക്കാം, പക്ഷെ വിളിച്ചുകൊണ്ട് നീ എനിക്ക് അവിടെ കാത്തുകെട്ടിരിക്കാനൊന്നും പറ്റത്തില്ല. കഴിഞ്ഞതിന് ശേഷം നീ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് വിളിച്ചോളാം. അപ്പോൾ അത് ഉടനെ തന്നെ അവിടെ ഇത് കേട്ടപ്പോൾ പിങ്കി പറയുവാണ്, അവിടെ നന്ദ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോവുകയാണെങ്കിൽ ഗൗതം കൂടെ പോയതിന് ശേഷം അവിടെ കാത്തുകെട്ടി നന്ദയെ വിളിച്ചോണ്ട് വരും. എന്നാൽ അർജുൻ എന്താ അത് അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെറിയൊരു തർക്കം നടക്കുവാണ്. അവസാനം അർജുൻ പറഞ്ഞത് എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കൊണ്ടാക്കും, തിരിച്ച് നീ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് വിളിക്കും. അല്ലാതെ അവിടെ ഗൗതമേട്ടനല്ല അർജുൻ, അത് നിനക്ക് ഇപ്പോൾ മനസ്സിലാവത്തില്ല, നിനക്ക് പോകെ മനസ്സിലാകും എന്നൊരു താക്കീതും കൂടി നൽകിയിട്ടാണ് അവിടെ നിന്ന് അർജുൻ പോകുന്നത്. അപ്പൊ പിങ്കിയുടെ പ്ലാനുകൾ ചെറുതായിട്ട് പാളിപ്പോകുന്നുണ്ട്. കാരണം അർജുന്റെ അടുത്ത് ഗൗതമിനോട് പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അർജുനോട് പറ്റത്തില്ല എന്ന് പിങ്കി മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയിൽ ലക്ഷ്മി ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയും പിന്നെ അരുന്ധതിയുടെ പേര് പറഞ്ഞിട്ട് മോഹിനി ചെറുതായിട്ട് ലക്ഷ്മിയെ നോവിക്കാൻ വേണ്ടിയിട്ടും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നന്ദയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ ലക്ഷ്മി നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. എന്നാൽ പിങ്കിയുടെയും അർജുന്റെയും കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനെ നടത്താനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് ഇത് മുടക്കാൻ വേണ്ടിയിട്ടേ ലക്ഷ്മി ഏട്ടത്തി ശ്രമിക്കത്തുള്ളൂ എന്ന് അരുന്ധതി ഏട്ടത്തി എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് കുത്തി നോക്കിയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ നന്ദ കോളേജിലോട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. ഈ ഒരു സമയമാണ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഗൗതം റെഡിയായിട്ട് വന്നത്. അപ്പോൾ നീ കോളേജിൽ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഇത്ര വാശി? നീ ഇന്ന് കോളേജിൽ പോകേണ്ട ആവശ്യമില്ല, നീ ഇവിടെ ഈ ഒരു ഫംഗ്ഷന് പങ്കെടുത്തേ പറ്റത്തുള്ളൂ എന്ന് അവിടെ ഗൗതം പറഞ്ഞപ്പോൾ നന്ദ പറയുകയാണ്, എനിക്കത് പറ്റത്തില്ല, ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എനിക്ക് കോളേജിൽ പോകണമെന്ന്, എനിക്ക് ആ ഒരു പ്രോജക്റ്റ് മാറ്റി വെക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ എൻ്റെ പഠിത്തം മുടക്കാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയും ഗൗതമും വലിയൊരു വഴക്കാവുകയാണ്. അവസാനം ഗൗതം പറഞ്ഞത്, ഒന്നെങ്കിൽ നീ പിങ്കി വാങ്ങിച്ചിരുന്ന ഡ്രസ്സും എടുത്തിട്ടുണ്ട് നീ താഴെ ആ ഫംഗ്ഷൻ വന്ന് പങ്കെടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ ഈ റൂമിൽ തന്നെ കിടന്നു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിനക്ക് വയ്യ അസുഖമാണ് എന്ന് ഞാൻ പറഞ്ഞോളാം, അല്ലാതെ എല്ലാവരും എന്നെ ധിക്കരിച്ചുകൊണ്ട് നീ ഇവിടുന്ന് കോളേജിൽ പോകേണ്ട ആവശ്യമില്ല എന്നവിടെ പിങ്കിയോട് ഗൗതം പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടാത്ത നമ്മുടെ നന്ദ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പഠിത്തം കളഞ്ഞിട്ട് എനിക്ക് ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല, അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നവിടെ നന്ദ പറയുവാണ്. ഇത് കേട്ടപ്പോൾ ഗൗതമിന് ദേഷ്യം വന്നു. അങ്ങനെ ഗൗതം നന്ദ അവിടെ പിടിച്ച് തള്ളിയിട്ടതിന് ശേഷം കതവ് കുറ്റിയിട്ടിട്ട് നന്ദ അകത്താക്കി കുറ്റിയിടുവാണ്. എന്നിട്ട് നീ ഇവിടെ കിടന്നാൽ മതി, ഫംഗ്ഷൻ തീരുമ്പോൾ ഞാൻ വന്ന് തുറന്നു വിടാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഗൗതം താഴോട്ട് പോകുന്നത്. പക്ഷെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നാൽ അതൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവസാനം അതിനകത്ത് പെട്ട് കിടക്കുവാണ് നന്ദ.
അങ്ങനെ എല്ലാവരും വന്നു. ആ ഒരു ഗൗതം താഴോട്ട് വരുന്ന സമയത്ത് നന്ദ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങൾ അവിടെ ഗൗതം എല്ലാവരോടും പറയുവാണ്. എന്നിട്ട് നന്ദ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല, നന്ദയുടെ വാശി ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല എന്ന് ഇവിടെ ഗൗതം പറയുന്നുണ്ട്. ഗൗതമിനെ ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ അവിടെ ലക്ഷ്മി പറഞ്ഞത് അവിടെ നന്ദയ്ക്ക് ഇപ്പോൾ കോളേജിൽ പോകാൻ അത്യാവശ്യമുണ്ട്, പക്ഷെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദ അത് കേൾക്കും. അല്ലാതെ നമ്മളായിട്ട് ധിക്കരിച്ചുകൊണ്ട് അവളോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ഇത് കേൾക്കത്തില്ല. അവളുടെ ഭാഷ നമുക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നീ അവളോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമായിരുന്നു. അല്ലാതെ നീ അവളെ ധിക്കരിച്ച് അല്ലെങ്കിൽ അവളെ നിന്റെ നിർബന്ധപ്രകാരം പൂട്ടിയിടേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് അവിടെ ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം അരുന്ധതി വരികയും എല്ലാവരെ കുറിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും പ്രസാദങ്ങൾ കൊടുക്കുകയും കൂട്ടത്തില് ഗൗതമിനും പ്രസാദം ഇട്ടു കൊടുക്കുന്നുണ്ട്. നന്ദ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നന്ദ ഇവിടെ വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, നന്ദ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഗൗതം പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് അർജുനും പിങ്കിയും വന്നത്. അപ്പോൾ അർജുനും പിങ്കിയും വന്നതിന്റെ ഇടയിൽ തന്നെ നന്ദയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അർജുൻ. നന്ദ എവിടെയേട്ടാ, നന്ദയെ കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദയെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം അവിടെ അർജുനോട് എല്ലാവരും പറയുകയാണ്. ഇതിന്റെ ഇടയിൽ നന്ദ ഓരോ കാര്യങ്ങളെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് തപ്പിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അവിടെ വലിയൊരു വിൻഡോ, ഗ്ലാസിന്റെ വിൻഡോ കൊണ്ട് അത് പതുക്കെ തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അത് ഗൗതം പൂട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് തുറന്നിട്ട് പുറത്തോട്ട് പോകാനായിട്ട് നന്ദ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം ഗൗതം അർജുനോട് പറയുന്നുണ്ട് അവള് വരാനായിട്ട് താല്പര്യപ്പെട്ടില്ല, അവളെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോൾ പിങ്കി ഇതിന്റെ ഇടയിൽ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നന്ദയ്ക്ക് കുശുമ്പാണെന്നും ഞാനും അർജുനും സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് നന്ദയ്ക്ക് ഒരിക്കലും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് നന്ദ മനഃപൂർവ്വം ഇങ്ങനെ കാണിച്ചത് എന്ന് അവിടെ അർജുനോട് പിങ്കി പറയുകയും ഇതിന്റെ പിങ്കിയുടെ ആ ഒരു വാലെ തൂങ്ങിക്കൊണ്ട് അരുന്ധതിയും മോഹിനിയും എല്ലാവരും അവിടെ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവിടെ അർജുന് ദേഷ്യം വന്നു. അർജുൻ ഒന്ന് നിർത്താവോ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അവിടെ നന്ദയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നന്ദയ്ക്ക് കോളേജിൽ പ്രോജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് നന്ദയ്ക്ക് കോളേജിൽ പോകണം എന്ന് പറഞ്ഞു. അവിടെ പിങ്കിയോ അല്ലെങ്കിൽ അർജുനോ സ്നേഹിക്കുന്നത് കണ്ടിട്ട് കുശുമ്പോ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടല്ല നന്ദ അവിടെ പറഞ്ഞത്. എന്നാൽ നന്ദയുടെ കാര്യം ഒന്ന് കേൾക്കാനോ അല്ലെങ്കിൽ നന്ദയുടെ ഭാഗം ഒന്ന് എന്താണെന്ന് പറയുന്നത് പോലും ഒന്ന് കേൾക്കാൻ പോലും അവിടെ ഗൗതം തയ്യാറായില്ല. പിങ്കി പറയുന്നത് പോലെ കേൾക്കണം അല്ലെങ്കിൽ പിങ്കി പറഞ്ഞതുപോലെ തന്നെ നടക്കണം എന്നൊരു വാശിയിൽ അവിടെ നന്ദയെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗൗതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നന്ദയുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് തന്നെ അർജുൻ നന്ദയുടെ കൂടെ ആയിരിക്കുമോ നിൽക്കുന്നത്? അതോ ഇനി നന്ദയ്ക്ക് അവിടെ നിന്ന് കോളേജിൽ പോകാനായിട്ട് സാധിക്കുമോ? അതോ ഇനി ഗൗതം പറഞ്ഞതുപോലെ നന്ദ അവിടെ അടച്ചിടേണ്ട അവസ്ഥ വരുമോ? ഈ ഒരു പ്രശ്നം കാരണം ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഇനി നന്ദയുടെയും ഗൗതമിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അർജുൻ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വരുമോ? ഇനി പിങ്കിയെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇനി അർജുൻ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ഗൗതമിന്റെ ഈ ഒരു പ്രവൃത്തി ശരിയായ കാര്യമാണോ? അവിടെ നന്ദയെ അടച്ചിട്ടുകൊണ്ട് ഗൗതം ചെയ്ത ഈ ഒരു കാര്യം ശരിയാണോ അതോ തെറ്റാണോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.